സ്നേഹിതരെ, സല്യൂട്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് രാജ്യവും പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളവും കുറേയേറെ ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് തുടങ്ങിയത് 2017 അതിന് മുമ്പിലും ദുരന്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് നടന്ന കുറെ ദുരന്തങ്ങളാണ് ഞാനിപ്പോ ഇവിടെ പങ്കുവെക്കുന്നത്. 2017 നവംബറിലാണ് ഓഖി എന്ന് പറയുന്ന കൊടുങ്കാറ്റ് കേരളത്തില് ആഞ്ഞടിച്ചത്. കേരളത്തിൽ ലക്ഷദ്വീപിലും ഉണ്ടായിരുന്നു. 143 പേരാണ് അതിൽ മരിച്ചത്. അതില് 91 പേരുടെ മൃതശരീരങ്ങൾ ഇനിയും കിട്ടിയിട്ടില്ല. വളരെ പെട്ടെന്ന് നടന്ന ഒരു ആഘാതമായതുകൊണ്ടാവാം എന്തോ മുന്നറിയിപ്പൊക്കെ നൽകാൻ കുറച്ച് വൈകി എന്നൊക്കെയുള്ള അപവാദം കേൾക്കേണ്ടി വന്നു. മത്സ്യത്തൊഴിലാളികള് കുടുങ്ങിപ്പോയി കടലില്. ഏകദേശം 53 പേരുടെയോ മറ്റോ മൃതദേഹങ്ങളെ തിരിച്ചു കിട്ടിയുള്ളൂ. അങ്ങനെ ഒരു വലിയ ഒരു സംഭവം നടന്നപ്പോൾ ഞാൻ ജയിൽ വകുപ്പ് DGP ആയിരുന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് ജയിൽ വകുപ്പിന് എന്ത് ചെയ്യാൻ സാധിക്കും ദുരന്തബാധിത പ്രദേശങ്ങളിൽ. ഇതെല്ലാം കടലോരത്ത് തീരദേശ മേഖലയിലായിരുന്നു കൂടുതലായിട്ടും ഓഖി വന്ന് അടിച്ച് ഒരുപാട് മത്സ്യത്തൊഴിലാളികളുടെ വീടുകളും വള്ളങ്ങളും ഒക്കെ നശിച്ചുപോയി. ചില കുടുംബങ്ങളെ മാറ്റി സ്കൂളുകളിലും മറ്റും റീഹാബിലിറ്റേഷൻ സെന്ററുകളായിട്ട് പ്രഖ്യാപിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്ന സമയമാണ്. അപ്പൊ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോ ജനങ്ങൾ ഇങ്ങനെ സഹായിക്കാനായിട്ട് ക്യൂ നിൽക്കുമ്പോൾ ജയിൽ വകുപ്പിന് എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ളത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഈ ഭക്ഷണ പൊതികൾ, നമ്മൾ എന്തായാലും ചപ്പാത്തിയും ഭക്ഷണവും ജയിലിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ഫ്രീഡം കഫറ്റേറിയയിലൂടെ പൊതുജനങ്ങൾക്കായിട്ട് വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം വളരെ ലാഭം ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ചപ്പാത്തിക്കാരന് 2 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 30 രൂപയ്ക്ക് ചിക്കൻ കറി കിട്ടും, വെജിറ്റബിൾ കറി 15 രൂപയ്ക്ക് കിട്ടും, ചിക്കൻ ബിരിയാണി 50 രൂപയ്ക്ക്, അങ്ങനെയൊക്കെയുള്ള വളരെ ലാഭമായിട്ടായിരുന്നു ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. അതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് തീർന്നു പോവുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല, കണ്ണൂരുണ്ടായിരുന്നു, വിയൂരുണ്ടായിരുന്നു, എറണാകുളത്തുണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലത്തും നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിരുന്നു. ജയിൽ ഭക്ഷണം നമുക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ള ആശയം വന്നപ്പോൾ അതിനോടൊപ്പം തന്നെ കുടിവെള്ളവും കൂടെ, വളരെ നല്ല കുടിവെള്ളം കുപ്പികളിലാക്കി പാക്ക് ചെയ്ത് വളരെ ചെറിയ വിലയ്ക്ക് 7 രൂപ, പരമാവധി പോയ 10 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളത് ഫ്രീ ആയിട്ടാണ് ഓഖി ദുരന്തം വന്നപ്പോ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചത്. അങ്ങനെ ഏകദേശം 1 ലക്ഷം 2 ലക്ഷത്തോളം ഭക്ഷണ പാക്കറ്റുകൾ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച സമയം കൊണ്ട് 1 ലക്ഷത്തിലധികം ഭക്ഷണ പാക്കറ്റുകളും വെള്ളവും കുടിവെള്ളവും ഒക്കെ നമ്മൾ വിതരണം ചെയ്തു. കൂടാതെ ഞാനൊരു പ്രപ്പോസൽ ചെയ്ത് സർക്കാരിന് അയച്ചു. ഈ നാശനഷ്ടം വന്ന വീടുകൾ പണിത് കൊടുക്കാനുള്ള ഫ്രീ ആയിട്ട്, വേറെ പുറത്തുനിന്നൊന്നും ആരെയും എടുക്കണ്ട, നമുക്ക് തന്നെ ജയിലിലുള്ള ആൾക്കാർ, നല്ല പണിക്കാരുണ്ട്, മേസൺസ് ഉണ്ട്, കോൺട്രാക്ടേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുണ്ട്, പെയിന്റിങ് അറിയാവുന്നവരുണ്ട്, ഇലക്ട്രിക്കൽ പരിപാടി അറിയാവുന്നവരുണ്ട്. അപ്പൊ ഇവരെ കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യിക്കാം എന്നുള്ള ഒരു പ്രപ്പോസൽ ഞാൻ എഴുതി അയച്ചു. പക്ഷെ എന്തുകൊണ്ടോ ഗവൺമെന്റ് അതിന് സാങ്ഷൻ തന്നില്ല. കാരണം ജയിലിലുള്ള തടവ് പുള്ളികളെയല്ലേ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ പോലീസിന് കൊടുക്കാനുള്ള ഒരു വൈമനസ്യം, അത്രയും പോലീസുകാർ വേണം. പിന്നെ അവരതിന്റെ ഇടയിൽ കൂടെ ഓടിപ്പോയാൽ അതിന്റെ ആഹാരം വഹിക്കും എന്നൊക്കെയുള്ള അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ കാരണം അത് നടന്നില്ല. 2018 ഓഗസ്റ്റിൽ വന്ന വലിയ മഴയില് ഭയങ്കര നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഒരുപാട്, വളരെയധികം 417 പേരെങ്ങാണ്ടാണ് മരിച്ചു പോയത്. വീടുകളും സ്ഥലങ്ങളും, റാന്നി ഏരിയ, പൊങ്ങിക്കടക, ചെങ്ങന്നൂര്, എല്ലാ വീടുകളും, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ വരെ വെള്ളം ഇടിച്ച് കയറി എല്ലായിടവും വീടുകളുടെ അകത്തോട്ടൊക്കെ വെള്ളം അടിച്ച്, എല്ലാം താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങൾ മൊത്തം വെള്ളത്തിൽ മുങ്ങി. ശബരിമല വരെ, ശബരിമല മലയുടെ മുകളിലാണ്, എന്നാലും ശബരിമലയിലെ ചില സ്ഥലങ്ങളിൽ വരെ കുത്തൊഴുക്കിൽ പല കാര്യങ്ങളും പാല് ഒഴുകി പോവുക, അങ്ങനെ നാശനഷ്ടങ്ങൾ വന്നു. ഇതൊരു വലിയ മഴ പെയ്തു എന്നുള്ളത് ശരിയാണ്. ഓഗസ്റ്റ് മാസം, അതായത് മൺസൂൺ മാസം, അതിന് മുമ്പായിട്ട് ഭയങ്കര വലിയൊരു മഴ പെയ്തു. പക്ഷെ ഒരു വിഡ്ഢിത്തം കാണിച്ചത് ആരുടെ ഉപദേശപ്രകാരമാണെന്ന് അറിയില്ല. ആകെ എനിക്ക് തോന്നുന്നു 54 ഡാമുകളാണ് കേരളത്തിലുള്ളത്. അതിലൊരു 36 എണ്ണം അങ്ങ് തുറന്നു. അത് ഒരുമിച്ച്, ചെറുതായിട്ടല്ല, ഫുൾ ഷട്ടറുകൾ. ഇപ്പം ഇടുക്കി ഡാമിന്റെ 5 ഷട്ടറുകളും ഒരുമിച്ച് അങ്ങ് തുറന്നു. മലമ്പുഴ ഡാമിന്റെ 6 ഷട്ടറുകൾ ഒരുമിച്ച് തുറന്നു. ഡാമുകളുടെ ഷട്ടർ തുറക്കുന്നതിനാ നിങ്ങൾക്ക് അറിയാലോ. കാരണം ഡാമുകൾക്ക് ഒരളവുണ്ട്. ഈ ഇത്രയധികം ഗ്യാലൻ വെള്ളം മാത്രമേ കൊള്ളുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഡാമിന് കേടാണ്, അതിന്റെ ഭിത്തികൾക്ക് വിള്ളൽ വീഴും, ചിലപ്പോൾ ഡാം തകരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പൊക്കുന്നത്. പക്ഷെ അങ്ങനെ പൊക്കുമ്പോ ചെറുതായിട്ട് ഓരോ ഷട്ടർ മാത്രമായിട്ട് പകുതി അല്ലെങ്കിൽ കാൽഭാഗം മാത്രം ചെയ്ത് വേണ്ടത്ര മുന്നറിയിപ്പുകൾ നേരത്തെ കൊടുത്തിട്ട്, ആളുകളെല്ലായിടത്തും പരിസരവാസികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ദുരന്തം സംഭവിക്കില്ല. പക്ഷെ ഇതിന് നമ്മൾ ഈ പേടി കൊണ്ട് ജനങ്ങളെല്ലാവരും കൂടെ പേടിച്ചു. ഡാമിന് എന്തെങ്കിലും പറ്റുമോ, നിറഞ്ഞൊന്നുമില്ല, നിറയുന്നതിന് മുമ്പ് തന്നെ അത് നിറഞ്ഞാൽ, മഴ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നു, നിറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാ ഷട്ടറുകളും കൂടെ അങ്ങ് പൊക്കി. ആ ഷട്ടറുകൾ പൊക്കിയപ്പോ പറ്റിയെന്ന് വെച്ചാൽ ഡാമിന്റെ എല്ലാത്തിന്റെയും അടിയിൽ ചെളി കാണും. നമ്മൾ എവിടെയാണെങ്കിലും വെള്ളം ശേഖരിച്ചു കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ ചെളി അടിയിൽ വരും.
അപ്പൊ അങ്ങനെ എല്ലാ ഡാമുകളുടെയും അടിവശത്തുള്ള ചെളി വന്ന് അങ്ങ് കുത്തൊഴുക്കായിട്ട് വെളിയിലോട്ട് പോയി. ചെളിയുടെ കൂടെ തന്നെ മരങ്ങൾ പിഴുതെടുത്തു കൊണ്ടുപോയി. ചില മൃഗങ്ങളെന്നൊക്കെ പറഞ്ഞ ആന വരെ ഇങ്ങനെ ചത്ത് അടിഞ്ഞ് പല സ്ഥലത്ത് കിടക്കുന്ന കാഴ്ചകളും. ആ ഒരു വെള്ളപ്പൊക്കത്തില് ഇത്രയും പേര് മരിച്ച് ഇത്രയധികം നാശനഷ്ടങ്ങൾ വരുത്തി, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തി. എത്രയോ ആൾക്കാരുടെ വീട് ഒലിച്ചു പോയി. എല്ലാവരുടെയും വീട്ടിനകത്തുണ്ടായിരുന്ന ഫർണിച്ചർ പോയി. പിന്നെ 3-4 ദിവസം കുടുങ്ങിക്കിടന്നു ആളുകൾ വീട്ടിനകത്ത്. അങ്ങോട്ട് പോകാൻ പറ്റാതെയാണ്. 3ാമത്തെ നിലയിലേക്ക് കയറി ടെറസിന്റെ മുകളിലേക്ക് കയറി നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വെള്ളം ഇങ്ങനെ പൊങ്ങി 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 കയറി വരുന്നത്. അവിടെ സാധനങ്ങളെല്ലാം നശിക്കുന്നു. ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. മരുന്നെത്തിക്കാനുള്ള സംവിധാനം ഇല്ല, ആശുപത്രി പോകാനുള്ള സംവിധാനം ഇല്ല, കറണ്ട് ഇല്ല, ഫോണില്ല. അപ്പൊ അങ്ങനെ എല്ലാം കട്ട് ചെയ്തൊരു ഭീകര അന്തരീക്ഷമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതൊരു ഞെട്ടിച്ച ഒരു അനുഭവമാണ്. അതിൽ കൂടെ പോയിട്ടുള്ളവർക്ക് അറിയാം. കാരണം ഇതിന് ശേഷം ഞാനും കൂടെ ചേർന്ന് കുറെ വീടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്യാൻ പോകുന്നതിന്റെ കൂട്ടത്തില്. അന്ന് വളരെ പ്രയാസമായിരുന്നു. അത് ചെളി കയറി അടിഞ്ഞ വീടുകളാകുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ദിവസങ്ങളോളം എടുത്തു. ബ്ലീച്ചിങ് പൗഡർ ഇട്ടാലും അഴുക്ക് പോകില്ല. എല്ലാ ഫർണിച്ചറും നശിച്ചു പോയി. സെറ്റി, കട്ടില്, ഫ്രിഡ്ജ്, എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും എല്ലാം നശിച്ചു പോയി. ഒരുപാട് നാശനഷ്ടം ആൾക്കാർക്ക് വന്നു. കോസ്റ്റ് ഗാർഡിനെയും എയർഫോഴ്സിനെയും നേവൽ ബേസിനെയും ഒക്കെ വിളിച്ച് ചെയ്തെങ്കിലും നമ്മുടെ തന്നെ മത്സ്യത്തൊഴിലാളികളാണ് അവരുടെ വള്ളവും കൊണ്ട് ആരും പറയാതെ തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് കുറെ രക്ഷാപ്രവർത്തനം നടത്തിയത്. പോലീസ് ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തു, ഫയർഫോഴ്സ് ഒരുപാട് ജോലി ചെയ്തു. അതോടൊപ്പം തന്നെ ജയിൽ വകുപ്പിനും എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വെച്ചാൽ ഞങ്ങളും ഇതുപോലെ ജോലിയിൽ വ്യാപൃതരായിട്ട് ഒരു ദിവസം 50,000 ചപ്പാത്തിയൊക്കെയാണ് ഒരു യൂണിറ്റിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഞങ്ങളത് വെജിറ്റബിൾ കറിയും ചപ്പാത്തിയും കൂടെ പൊതിയും അല്ലെങ്കിൽ ചോറും കറികളുമായിട്ട് പൊതിഞ്ഞ് പാക്കറ്റ് ആക്കിയിട്ട് പല സ്ഥലങ്ങളിൽ പോയി വിതരണം ചെയ്തു. രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും ഭക്ഷണം വേണം. കാരണം എവിടെയെങ്കിലും അവർ പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടണ്ടേ ഭക്ഷണം. ഇവിടുത്തെ കടകളൊന്നും ഇല്ലല്ലോ. അവർക്കും ഭക്ഷണം വേണം, ഈ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർക്കും ഭക്ഷണം വേണം. അപ്പൊ അങ്ങനെ ഒരു വലിയ ഒരു കാര്യം ജയിൽ വകുപ്പ് ചെയ്തു. ഒറ്റ പൈസ പോലും സർക്കാരിന്റെ കയ്യിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ വാങ്ങിക്കാതെയാണ്. ഭക്ഷണം കൂടാതെ ചെയ്ത മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇങ്ങനെ പൈസ ഒരുപാട് ആവശ്യമായിട്ട് വന്നല്ലോ. അപ്പൊ ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയി അവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്നു. നമ്മുടെയൊക്കെ സർക്കാർ ജീവനക്കാരുടെയൊക്കെ ഒരു മാസത്തെ ശമ്പളം ഫുള്ളായിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്തായിരുന്നു. ജയിലിൽ അന്ന് കിടന്നിരുന്ന 8,000-ഓളം തടവുകാരില് 3,100 പേര് മാത്രമാണ് ശിക്ഷ കിട്ടി തടവ് ശിക്ഷ അനുഭവിച്ച് കിടക്കുന്നവർ. അവർക്ക് മാത്രമാണ് വരുമാനം കിട്ടുന്നത് ജയിലിൽ നിന്ന്. കാരണം അവർ ജോലി ചെയ്യുമ്പോൾ അവർക്കൊരു നിശ്ചിത വരുമാനം ജയിലിൽ വകുപ്പ് ഇത് കൊടുക്കും. അത് ജോലി അനുസരിച്ച്. അപ്പൊ ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് 500 തൊട്ട് 600 രൂപ വരെ അവർക്ക് ഒരു ദിവസം കൂലി കിട്ടും ചെയ്യുന്ന പണിക്ക്. കാർപ്പൻട്രി വർക്ക് ചെയ്യുന്നവരുണ്ട്, മരപ്പണി ചെയ്യുന്നവരുണ്ട്, ഷൂസ് ഉണ്ടാക്കുന്നവരുണ്ട്, ഡ്രസ്സ് ഉണ്ടാക്കുന്നവരുണ്ട്, ഭക്ഷണം പാകം ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ജോലി, വൃത്തിയാക്കുന്ന ജോലി, പിന്നെ കെട്ടിട നിർമ്മാണം, കൃഷി, അങ്ങനെ പല തരത്തിലുള്ള ജോലി ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ എല്ലാത്തിനും കൂടെ ചേർത്ത് ഒരു ജോലി അനുസരിച്ച് അവർക്ക് ദിവസം കൂലി 500 തൊട്ട് 600 രൂപ വരെ കൊടുക്കും. അപ്പൊ അതൊരു മാസത്തിൽ നല്ലൊരു എമൗണ്ട് ആവുമല്ലോ. അപ്പൊ ആ എമൗണ്ട് ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് 3 വിഭജിച്ച് 1/3 നമ്മൾ തന്നെ സൂക്ഷിക്കും. ജയിൽ വകുപ്പ് തന്നെ സൂക്ഷിക്കും. കാരണം അവര് വിമോചിതരായിട്ട് പോകുമ്പോൾ ഒരു വലിയ എമൗണ്ട് ആയിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ നല്ല കാര്യങ്ങൾ ചെയ്യാനോ വീട്ടില് എന്തെങ്കിലും ആവശ്യത്തിന് ചെലവാക്കാനോ ഇപ്പൊ നല്ലൊരു എമൗണ്ട് കിട്ടുമല്ലോ. 1/3 ഭാഗം നമ്മുടെ കുടുംബത്തിന് അയച്ചു കൊടുക്കാനായിട്ട് മാറ്റിവെക്കും. ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിയുടെ ഭാര്യയും കുട്ടികളും ചിലപ്പോൾ പ്രായമായ മാതാപിതാക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും പൈസ വേണ്ടേ, ചിലപ്പോൾ വേഗം അത്താണിയായിരിക്കും ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ അതിന് 1/3 തുക നമ്മള് അവരുടെ വീട്ടിലോട്ട് അയച്ചു കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യും. ബാക്കിയുള്ള 1/3 തുക നമ്മൾ ആ പ്രിസണേഴ്സിന് തന്നെ കൊടുക്കുക ചെയ്യും. അവർ തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്ന, കുറെ കാലമായിട്ട് അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന തുക എല്ലാം കൂടെ എടുത്ത് അവര് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നു. ഇപ്പൊ ജയിലിൽ കിടക്കുന്ന തടവ് പുള്ളികളുടെ നന്മ എന്ന് പറയുന്നത് ആദ്യമായിട്ട് കാണുന്നത് അപ്പോഴായിരിക്കും. നമ്മളെല്ലാവരും വിചാരിക്കും, അയ്യോ അവരെന്ത് ദുഷ്ടന്മാരാണ്, ക്രൂരനാണ്, സമൂഹത്തിന് ഇത്രയധികം ദോഷം ചെയ്തവരാണ്, മനുഷ്യരെ ഉപദ്രവിച്ചവരാണ്, എല്ലാം അവരുടെ കട്ടെടുത്തവരാണ്. അങ്ങനെയുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്ത് കിടക്കുന്ന ആൾക്കാർ ഈ 3,100 പേരും കൂടെ 15 ലക്ഷത്തോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സമാഹരിച്ചു കൊണ്ടുവന്ന് ഞങ്ങളെ തന്നു. ഇവർക്ക് വേറെ ഒരിടത്തൊന്നും പൈസ കിട്ടാൻ ഒരു മാർഗവും ഇല്ല. ഇവർ ജയിലിൽ ജോലി ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്ന കാശ് തന്നെയാണ്. പക്ഷെ ചിലര് തന്നെ പറഞ്ഞു, വീട്ടിൽ അയക്കണ്ട, വീട്ടിൽ അവര് ഭാര്യ നോക്കിക്കൊള്ളുമ്പോൾ കൂലി വേലയ്ക്ക് പോകുന്നുണ്ട്, അപ്പൊ ആ പൈസയും കൂടെ ഞങ്ങൾ എടുത്തോട്ടെ സാർ എന്ന് ചില സൂപ്രണ്ടുമാരോടൊക്കെ ചോദിച്ചിട്ട് ചെയ്യും. എന്തിനാണ് ഈ 1/3 ഭാഗം അവർക്ക് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ, ജയിലിനകത്ത് ഒരു കാന്റീൻ പോലെ ഒരു സ്ഥലമുണ്ട്. എല്ലാ മേജർ ജയിലിനകത്തും സെൻട്രൽ ജയിലുകളിൽ തീർച്ചയായിട്ടും കന്റീൻ ഉണ്ട്, ഓപ്പൺ ജയിലിലും ഉണ്ട്. ഈ കന്റീനിനകത്ത് അവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളുണ്ട്. ഇപ്പം സോപ്പ്, ചീപ്പ്, കണ്ണാടി,
അതുപോലെ കഴിക്കാനുള്ള ബിസ്ക്കറ്റ്, ഐസ്ക്രീം, ചോക്ലേറ്റുകൾ, ചെരുപ്പായിട്ടാണെങ്കിൽ അടുത്ത വീട്ടിൽ ഞാൻ അടുത്ത് കേട്ടോണ്ട് വരുള്ള ചെരുപ്പുണ്ടാവും. അപ്പൊ അങ്ങനെ അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങളും അവർക്ക് ക്യാൻറ്റീനിൽ ചെലവഴിക്കാൻ സ്നാക്സിനായിട്ടും ചെലവഴിക്കാനുള്ളതും കൊടുക്കുന്ന ഭക്ഷണത്തിന് ഉപരിയായിട്ട് അവർക്ക് എന്തെങ്കിലും പുസ്തകം എഴുതണമെങ്കിലോ ബുക്ക്, പേന, അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ക്യാൻറ്റീനിനകത്ത് നമ്മൾ വിൽക്കുന്നുണ്ട്. അപ്പൊ ആ ക്യാൻറ്റീനിനകത്തു നിന്നുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവർ 1/3 അവർക്ക് കൈ കൊടുക്കുന്നത്. അതൊക്കെ വെച്ചിട്ടാണ് അവർ ക്യാൻറ്റീനിൽ നിന്ന് സാധനം വാങ്ങിക്കാതെ സുരുക്കൂട്ടി വെച്ചിരുന്ന പൈസയാണ് എല്ലാം കൂടെ അവരെടുത്ത് കൊടുത്തത്. അപ്പൊ ഇത് ഞാൻ കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ അടുത്ത് കൊണ്ട് കൊടുത്ത ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. അതൊരു ഭയങ്കര അഭിമാനകരമായിട്ടുള്ള നിമിഷമായിരുന്നു. കാരണം ഇത്രയും രൂപ നമ്മുടെ തടവുകാരെ ഉണ്ടാക്കിയെടുത്ത രൂപ ചില ഇംഗ്ലീഷ് പത്രങ്ങൾ മാത്രം, ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ്, അവരൊക്കെയാണ് കുറച്ചെങ്കിലും അതിലൊരു പ്രാധാന്യം കൊടുത്തത്. നമ്മുടെ മലയാളം പത്രങ്ങളൊന്നും വലിയ വാർത്തയായിട്ട് അത് കൊടുത്തിരുന്നില്ല എന്നാണ് എന്റെ ഓർമ്മ. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോ പല മന്ത്രിമാരും MLA മാരും ഒക്കെ എന്നെ വിളിച്ച് പറയും, ഈ ഒരു സ്ഥലത്ത് നമ്മൾ ശുചീകരണ പ്രവർത്തനം നടത്തുകയാണ്, ഇവിടെ ഒരു 1000 വോളണ്ടിയേഴ്സ് ഉണ്ടാവും. അപ്പൊ 1000 വോളണ്ടിയേഴ്സിന് 3 നേരത്തെ ഭക്ഷണം പാക്കറ്റായിട്ട് ജയിലിൽ നിന്ന് എത്തിക്കണം എന്ന് പറയുമ്പോ നമ്മളത് ഏറ്റെടുക്കാതിരിക്കാൻ പ്രയാസമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, ജയിലില് കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തോട്ട് ഒരു 1000 പാക്കറ്റ് ഭക്ഷണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മള് നോക്കിയിട്ട് അവിടെ അത്രയും ചപ്പാത്തി ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത്രയും ചോറുണ്ടാക്കണം, കറികൾ ഉണ്ടാക്കണം, നമ്മളത് പാക്ക് ചെയ്ത് റെഡിയാക്കി ജയിലിലെ തന്നെ വാഹനങ്ങളിൽ അവിടെ കൊണ്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് കളക്ടറുടെ ഫണ്ടിൽ നിന്ന്, കളക്ടർക്ക് ദുരിതാശ്വാസ നിധി ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് കുറച്ച് തരാമോ എന്നൊക്കെ ചോദിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ജയിൽ വകുപ്പിൽ നിന്ന് ആ സമയത്ത് 30 ലക്ഷം രൂപയോളം ഞങ്ങൾ ഈ ഉണ്ടാക്കിയ വരുമാനം, അതായത് നമ്മുടെ ഗവൺമെന്റിൽ അടയ്ക്കുന്ന വരുമാനം ഉണ്ടല്ലോ, നമ്മുടെ കഫറ്റേറിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, നമ്മുടെ തയ്യൽ കിട്ടുന്ന വരുമാനം, അതുപോലെ മറ്റു പല ഫീനിക്സ് എന്ന ബ്യൂട്ടി പാർലറുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ ഗവൺമെന്റിൽ അടയ്ക്കേണ്ട പൈസയുടെ എടുത്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ, പിന്നെ അതുപോലെ എല്ലായിടത്തും കൊണ്ടുവന്ന് എത്തിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് പരിപാടി നമ്മൾ ചെയ്തു. രാത്രി മുഴുവനും ഈ ജയിലിൽ അന്തേവാസികൾ ഇരുന്ന് ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നു, ഉറങ്ങാൻ വിസമ്മതിച്ചുകൊണ്ട്. കാരണം അവരൊരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ ഒരു അഭിനിവേശത്തിലായിരുന്നു അവരത് ചെയ്തത്. പിന്നെ അവർ അപ്പോഴും എന്നോട് പറഞ്ഞിരുന്നു, മാഡം ഞങ്ങൾ പോയി ചെയ്യാം, ഞങ്ങളും കൂടെ ചേർന്നത് കുറെ വൃത്തിയാക്കാം, കുറെ പുല്ല് ചെത്തുകയും കുറെ ചെടികൾ വാരുകയും അതുപോലെ പല സ്ഥലത്തെ കെട്ടിടങ്ങൾ കെട്ടിക്കൊടുക്കുകയൊക്കെ ഞങ്ങൾ ചെയ്യാന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും എനിക്ക് ആ പഴയ കാര്യം ഓർമ്മയുണ്ടായിരുന്നു. കഴിഞ്ഞ ഓഖിയുടെ സമയത്ത് ഞാൻ പറഞ്ഞിട്ട് സമ്മതിക്കാത്തപ്പോ ഇപ്പൊ സമ്മതിക്കുമോ എന്നുള്ളത്, അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. 2018 പ്രകൃതി ദുരന്തത്തിന് ആത്മാർത്ഥമായിട്ട് പ്രവൃത്തിയെടുത്ത ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ചില വകുപ്പ് മേധാവികൾക്കും ഒക്കെ മുഖ്യമന്ത്രി ഒരു അവാർഡ് കൊടുത്തായിരുന്നു. ബ്രേവ് ഹാർട്ട് അവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു അവാർഡായിരുന്നു കൊടുത്തത്. അപ്പൊ അതില് എന്നെയും കൂടെ വിളിച്ച് തന്നത് എനിക്ക് കുറച്ച് അതിശയം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. കാരണം ഞാൻ അതൊട്ടും പ്രതീക്ഷിച്ചില്ല, ഞാനും കൂടെ അതിൽ ഉൾപ്പെടും എന്നുള്ളത്. കാരണം ഫയർഫോഴ്സും പോലീസും അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, പിന്നെ കോസ്റ്റ് ഗാർഡ്, ആർമിയിലെ ഓഫീസേഴ്സ്, അതുപോലെ ഒരുപാട് ഓഫീസേഴ്സ് ഇതിനകത്ത് ഇടപെട്ട് ജോലികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ആരുടെയും അനുവാദമില്ലാതെ ഞാൻ തന്നെ സ്വയമായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ്, പുതിയതായിട്ട് നടപ്പാക്കിയ ഒരു കാര്യമാണ്. പക്ഷെ എന്നെയും കൂടെ അതിൽ ഉൾപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ചാരിതാർത്ഥ്യമുണ്ട്. അത് ഞാൻ കുറച്ച് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തത് എനിക്കും കിട്ടി, ഞാനും ബ്രേവ് ഹാർട്ടായി എന്നൊക്കെയുള്ള രീതിയിൽ ഞാനത് ചെയ്തിരുന്നു. അപ്പൊ അതൊരു വലിയ നല്ല കാര്യമായിട്ട് എനിക്ക് ഓർക്കാനുണ്ട്. ജയിലിൽ ഞാൻ ചെന്നതിൽ പിന്നെ പലരും, പല അന്തേവാസികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാഡം ഞങ്ങളോട് വന്ന് സംസാരിക്കുമ്പോഴും മാഡം ഇവിടെ വന്ന് ഓരോ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും ഞങ്ങളുമായിട്ട് ഞങ്ങളുടെ പുരോഗതിക്കും ഞങ്ങളുടെ നന്മയ്ക്കും ക്ഷേമത്തിനും ഒക്കെ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ അല്ല, മാഡം ഒരു അമ്മയെ പോലെയാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് മാഡം എന്ത് പറഞ്ഞാലും ഞങ്ങൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യും എന്ന് 2-3 പേര് എൻ്റെ അടുത്ത് പല അവസരങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാഡം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജയിലിൽ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ജയിൽ റിഫോംസ് കമ്മിറ്റി, അതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ പോലും ഞാൻ ചെയ്തു. കാരണം ഞാൻ ആദ്യമൊക്കെ ജയിലിൽ പോകുമ്പോൾ വളരെ പ്രായമായ ആൾക്കാരും പിന്നെ എന്തെങ്കിലും അംഗവൈകല്യമൊക്കെ ഉള്ള തടവുകാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നിലത്ത് കിടന്നുറങ്ങുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം ഇവർക്ക് ചിലപ്പോൾ എണീക്കാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ആർത്രൈറ്റിസ് ഉള്ളവരായിരിക്കും, മുട്ടിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ പ്രായമായ ആൾക്കാരുണ്ടാവും. ഒരു ക്രച്ചസിൽ നടക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു അംഗവൈകല്യമുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ഓർഡർ ഇറക്കി, നമുക്ക് സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള 60-65 വയസ്സുള്ള അതിന് മുകളിലുള്ള ആൾക്കാർക്കും ഇതുപോലെ അംഗവൈകല്യമുള്ള ആൾക്കാർക്കും കട്ടില് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ആദ്യമായിട്ട് നമ്മൾ 1000-ഓളം കട്ടിലുകൾ നമ്മുടെ തന്നെ അന്തേവാസികളെ ചേർന്ന് നല്ലപോലെ പണിയെടുക്കാൻ അറിയാവുന്നവരാണ്, തടിപ്പണിയൊക്കെ നല്ലപോലെ അറിയാവുന്നവരാണ്. പറമ്പിൽ തന്നെ നിന്നിരുന്ന ഒരു പ്ലാവും അതുപോലെയുള്ള കുറെ മരങ്ങളും ഒക്കെ സർക്കാരിൽ നിന്ന് സാങ്ഷൻ വാങ്ങിച്ച് അതൊക്കെ മുറിച്ചെടുത്ത് അത് വെച്ച് നല്ല കുറെ 1000-ഓളം കട്ടിലുകൾ ഉണ്ടാക്കി ഒരു പുതിയ ഒരു ബ്ലോക്കിൽ നമ്മൾ നീറ്റായിട്ട് എടുത്ത് ആ കട്ടിലിട്ട് കൊടുത്തു. അല്ലാതെ കട്ടിലുള്ളതെന്ന് പറയുന്നത് ഓപ്പൺ പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ.
അപ്പം ഈ സെൻട്രൽ ജയിലുകളിലെ തടവുകാർക്ക്, പ്രായമായവർക്കും ഇതുപോലെ അസുഖമുള്ളവർക്കും കട്ടിൽ കൊടുത്തവർക്ക് വലിയൊരു സന്തോഷമായി. രണ്ടാമത്തെ കാര്യം ഞാൻ കണ്ടത്, ഈ ജയിലിനകത്ത് നടക്കുമ്പോൾ ചെരുപ്പിടാൻ സമ്മതിക്കില്ല. എല്ലാവരും നഗ്നപാതരായിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരുപാട് വൃത്തികേടുകളും അഴുക്കുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നീറ്റായിട്ട് വെക്കുമെങ്കിൽ പോലും ചിലപ്പം അതിലൂടെ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാലോ എന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് ചെരുപ്പ് ഇടാനുള്ള അനുവാദം കൊടുത്തു. ഹവായി ചപ്പൽസ് ഇടാൻ. അതിനുശേഷമാണ് ഈ നമ്മുടെ ക്യാന്റീനിലൂടെ ഹവായി ചപ്പൽസ് വിറ്റ് തുടങ്ങിയത്. ജയിൽ വകുപ്പിന് ഒരു വരുമാനവുമായി ചെരുപ്പിടേണ്ട ആൾക്കാർക്ക് ഹവായി ചപ്പൽ വാങ്ങിച്ചിടുകയും ചെയ്യും. അപ്പൊ അതിനൊരു അനുവാദം കൊടുത്ത് അവർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ഇവർക്ക് കൊടുക്കുന്ന ഈ ട്രെയിനിങ് ഉണ്ടല്ലോ, സ്കിൽ ഡെവലപ്മെന്റ്, അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഗെയിംസിന് പ്രാധാന്യം കൊടുത്തിരുന്നു. കളിക്കാനായിട്ട്, അതായത് നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നത് ക്രിക്കറ്റ് ക്ലബ്ബോട്ടായിക്കോ, ഫുട്ബോൾ ക്ലബ്ബോട്ടാക്കിക്കോളൂ, ചെസ്സിന്റെ ഒരു ക്ലബ്ബ്, ക്യാരംസിന്റെ ഒരു ക്ലബ്ബ്, അങ്ങനെയുള്ള ഒരു ക്ലബ്ബുകള്, വോളിബോൾ ക്ലബ്ബുകള്, അങ്ങനെ പറഞ്ഞ് ജയിലിനകത്ത് തന്നെ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് ക്ലബ്ബുകൾ ഉണ്ടാക്കി അവരെ അകത്ത് കളിക്കാൻ സമ്മതിക്കുമായിരുന്നു. പാട്ട് പാടാനും അഭിനയിക്കാനും ഒക്കെ താല്പര്യമുള്ളവരെ കൊണ്ട് പാട്ട് പാടിച്ച് അവരുടെ പാട്ട് ക്ലബ്ബ്, എന്ത് നന്നായിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരുണ്ടായിരുന്നു അതിനകത്ത്. വയലിൻ, മദ്ദളം, ചെണ്ട, ഈ നാദസ്വരം ഒക്കെ നല്ലപോലെ വായിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇവരൊക്കെ ജയിൽ ദിനത്തിൽ വന്ന് പാടുകയും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നമുക്കൊരു മ്യൂസിക്കൽ ട്രൂപ്പ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ട്രൂപ്പ് ഉണ്ടാക്കി. എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവരെ കൊണ്ട് പുറത്ത് പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോകണം. കാരണം അത്ര നല്ലതായിട്ട് പണിയെടുക്കുന്ന, നല്ലതായിട്ട് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇതൊക്കെ അവർക്ക് ഒരുപാട് പ്രചോദനം ഉണ്ടാക്കിയ ഒരു സംഭവം. വളരെയധികം നല്ല രീതിയിൽ ജയിലിന്റെ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടായിരുന്നു. വേറൊരു കാര്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സാമൂഹ്യ ക്ഷേമ വകുപ്പുമായിട്ട് മന്ത്രിയെ പോയി നേരിട്ട് കണ്ട് ഞാൻ ജയിലിലെ സ്ത്രീ തടവുകാർക്ക് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ഒരു വായ്പ കൊടുക്കാനായിട്ട്, സർക്കാരിന്റെ ഒരു പലിശരഹിത വായ്പ 15,000 രൂപ വരെ കൊടുക്കാനായിട്ടുള്ള ഒരു ഓർഡർ ഞാൻ വാങ്ങിച്ചു. അപ്പൊ വനിതാ തടവുകാരെ എത്ര 6 മാസമാണെങ്കിൽ പോലും പോട്ടെ, ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവരെ ആപ്ലിക്കേഷനകത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ സാമൂഹ്യക്ഷേമ വകുപ്പ് സെക്രട്ടറി മന്ത്രിയുടെ ഓർഡറോട് കൂടി 15,000 രൂപ ഈ തടവുകാരിക്ക് കൊടുക്കും. ഇത് കൂടാതെ ഞാൻ കാനറ ബാങ്കുമായിട്ട് ചേർന്ന് ഒരു അഗ്രിമെന്റിൽ ഒപ്പിട്ടു. ഇവരുടെ സെക്യൂരിറ്റി ഞാൻ ഏറ്റെടുത്തോളാം. ഇവർക്ക്, വനിതാ തടവുകാർക്ക് ബിസിനസ് ആവശ്യത്തിനായിട്ട് 50,000 രൂപ വരെയുള്ള വായ്പ കൊടുക്കണം എന്ന് പറഞ്ഞു. അത് അവർ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് വനിതാ തടവുകാരെ ജയിലിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം അവര് സ്വയം കടകളൊക്കെ ഇട്ട്, തയ്യലറിയാവുന്നവര് തയ്യൽക്കട ഇട്ടു, അതുപോലെ കോഴി വളർത്തൽ തുടങ്ങി, പശു വളർത്തൽ തുടങ്ങി, പെട്ടിക്കടകൾ ഉണ്ടാക്കി, ചില സ്ത്രീകൾ റെസ്റ്റോറന്റ് ഉണ്ടാക്കി. അങ്ങനെ പല ആൾക്കാർ ജോലിയിൽ വ്യാപൃതരായിട്ട് കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ വെൽഫെയർ ഓഫീസേഴ്സിനെ വെച്ച് നമ്മൾ നോക്കി അവരത് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാ തിരിച്ചടയ്ക്കുന്നുണ്ടോ, എങ്ങനെ പൈസ വരുമാനം കിട്ടുന്നുണ്ടോ എന്നൊക്കെ വളരെ ഹാപ്പി ആയിട്ട് കഴിയുന്നതാണ് കണ്ടത്. അതിൽ 1-2 പേര് മാത്രം പിന്നീട് പരാതി പറഞ്ഞു, മാഡം ഈ പുറത്തിറങ്ങിയപ്പോഴുള്ള ശല്യം എന്ന് പറയുന്നത് ഞങ്ങളെ പണ്ട് ഇതുപോലെ അനധികൃത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ആൾക്കാരുണ്ട്. അതെന്താണെങ്കിലും വേശ്യാവൃത്തിയാണെങ്കിലും, അല്ലെങ്കിൽ മയക്കുമരുന്നോ മദ്യമോ വിൽക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളക്കടത്ത് നടത്തുന്ന ഈ പൈസയൊക്കെ കടത്താനൊക്കെ ആയിട്ട് സ്ത്രീകളെ ഉപയോഗിക്കുമായിരുന്നു. ആ ആൾക്കാർ ഇപ്പൊ ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തിനാ ബിസിനസ് ചെയ്യുന്നത്, ഞങ്ങൾ കൂടുതൽ കാശ് തരാം, ഞങ്ങളുടെ കൂടെ വന്ന് ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മാഡം എന്ന് അവർ ചോദിച്ചത് കൊണ്ട് ഞാൻ പോലീസിനോട് പറഞ്ഞ് കുറച്ചൊക്കെ പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്റെ സമയത്ത് ആരും ഇതുപോലെ അവർ ചെയ്തിരുന്ന ബിസിനസ് ഒക്കെ നിർത്തിയിട്ട് തിരിച്ച് കുറ്റകൃത്യത്തിലേക്ക് പോയതായിട്ട് അറിയില്ല. പുരുഷ തടവുകാർക്കും ഇതുപോലെയുള്ള വായ്പ കൊടുക്കണം എന്നുള്ള പദ്ധതിയൊക്കെ ഞാൻ തയ്യാറാക്കി അയച്ചു. പക്ഷെ അത് നടപ്പിലായില്ല. ബാക്കി കാര്യങ്ങൾ അടുത്ത പ്രാവശ്യം പറയാം. സസ്നേഹം.